അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ ശൈത്യ അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു എവിക്ഷൻ തന്നെയാണ്. കാരണം പ്രേക്ഷകരുടെ യാതൊരു തരത്തിലുള്ള പിന്തുണയും ശൈത്യയ്ക്ക് കിട്ടിയിരുന്നില്ല. ആദ്യത്തെ വീക്കിൽ തന്നെ എവിക്റ്റ് ആവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശൈത്യ. പക്ഷേ അനുമോളുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ശൈത്യയെ ഇത്ര കാലവും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്താൻ സഹായിച്ചത്. പക്ഷേ ശൈത്യ അനുമോൾ പറയുന്ന തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും വളരെ രഹസ്യമായിട്ട് സീരിയസ് ആയിട്ട് അപ്പുറത്തെ ഗ്രൂപ്പിന് ചോർത്തി കൊടുത്തിട്ട് വളരെ മോശമായിട്ട് അനുമോളെ അവർ ഹരാസ് ചെയ്യാൻ വേണ്ടിയും അവരാക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥ ഉണ്ടാക്കി കൊടുത്തു. അത് നമ്മൾ പ്രേക്ഷകർ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കാരണം ആരിൻ്റെ ഒരു കേസ് തന്നെ, ആരിനെ നിനക്ക് അവനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അവനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും ബാക്കിയുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊരു പയ്യനല്ലേ, ഒരു ചെറിയ ചെറുക്കനല്ലേ, ഒരു കുഞ്ഞല്ലേ, അവനെ വേറെ രീതിയിലല്ല ഇഷ്ടം, അല്ലാതെ എനിക്ക് അവനെ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. കാരണം ക്രഷും അങ്ങനെയൊന്നുമില്ല, അവനൊരു ചെറിയ പയ്യനല്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യം അനുമോൾക്ക് ആരിനെ ഇഷ്ടമാണ് എന്ന് അവരോട് പോയി പറഞ്ഞ് അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് ഫ്ലേട്ടിംഗ് ആയി ഹൗസിലുള്ള പല ആൾക്കാരും, ബിന്നി, ശൈത്യ, അതുപോലെയുള്ള അപ്പാനി, അക്ബർ, മാര്യൻ, ജിസേൽ, ഇവരെല്ലാവരും കൂടി അതിൽ കൂടിയാലോചിച്ച് അനുമോൾ വളരെ മോശക്കാരിയാണ്, ആണുങ്ങളെ വളയ്ക്കാൻ നടക്കുന്നവളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അവരതിന് വേണ്ടിയിട്ട് ഒരു ചൈന വാക്ക് കണ്ടുപിടിക്കുകയും ആ ചൈന വാക്കിൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ബുള്ളിങ് ആയിരുന്നു, വളരെ ബുള്ളിങ് ആയിരുന്നു, ഒരു വ്യക്തിക്ക് സഹിക്കാവുന്നതിൽ മാക്സിമം ആയിരുന്നു. അങ്ങനെ ചെയ്ത് അതിനെല്ലാം പിന്നിൽ നിന്നത് ശൈത്യയായിരുന്നു. ശൈത്യ അപ്പോൾ പറയുകയും ചെയ്തു, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞത്, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പം നിന്നെ എന്തുകൊണ്ടാണ് കളഞ്ഞത് എന്ന് പല പ്രാവശ്യം ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആദില നൂറ ആ സമയത്ത് നമ്മുടെ അനുമോളുടെ കൂടെയായിരുന്നു. പക്ഷെ ആദിലയും കൂടി തീർത്തും ശൈത്യയുടെ പക്ഷത്തേക്ക് എത്തിച്ചിട്ട് ശൈത്യ പറയുന്നത് കറക്റ്റാണ് എന്ന് ആദില ശരിവെക്കാൻ തുടങ്ങിയ ഒരു ഭാഗത്ത് ആദിലയുടെ സ്വഭാവവും എക്സ്പോസ് ആയി തുടങ്ങി. കാരണം നമുക്ക് എപ്പോഴും ലൈവ് കാണുന്നവർക്കാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. എപ്പിസോഡ് കാണുന്നവർക്ക് വളരെ കുറച്ച് ഭാഗങ്ങളാണ് എപ്പിസോഡ് കാണിക്കുക. ലൈവ് കാണുന്നവർക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത്. പല സമയത്തും പല സ്ഥലത്തും ഇരുന്ന് പല കാര്യങ്ങളും ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു. ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ മോശക്കാരിയാക്കാൻ മാക്സിമം അവർ ശ്രമിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അനുമോളുടെ കൂട്ടുകാരി എന്നും പറഞ്ഞ് അനുമോളുടെ കൂടെ നിന്ന ഒരു വ്യക്തി അതിന് പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നിൽ നിന്നൊരു കുത്താണ്. നമ്മൾ ബാഹുബലി സിനിമ കണ്ട പോലെ ഇത്രയും സ്നേഹമായിട്ടിരുന്ന അമ്മാവൻ ബാഹുബലിയുടെ പിന്നിൽ നിന്ന് കുത്തിയാണ് കൊന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അനുമോൾ തന്നെയാണ് ശൈത്യയ്ക്ക് പേരിട്ടത് കട്ടപ്പ. ആ കട്ടപ്പ എന്നുള്ള പേര് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ശൈത്യയ്ക്ക് കട്ടപ്പ ശൈത്യ എന്ന് പറഞ്ഞത്. നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചതിക്കുന്ന ഒരു സ്വഭാവം. കാരണം നമ്മളിപ്പോൾ ഗെയിം കളിക്കാനാണ് വന്നത്, എന്നാലും അനുമോൾ വളരെ സ്നേഹമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. ആ ഒരു സ്നേഹം വളരെ എന്നിട്ട് പറയാണ് എന്നെ മിസ്യൂസ് ചെയ്യുമായിരുന്നു. അവൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിച്ചേർത്തിട്ട് മിസ്യൂസ് ചെയ്യുമായിരുന്നതാണ് ശൈത്യ പറയുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് അറിയില്ലേ, അപ്പോൾ ശൈത്യയാണ് പിന്നിൽ നിന്ന് കുത്തി അനുമോളെ ചതിച്ചത്. അതുകൊണ്ട് ശൈത്യയ്ക്ക് അർഹമായിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് വീക്കിലെ പോകേണ്ടതായിരുന്നു. അനുമോളുടെ ഒറ്റ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് പ്രേക്ഷകർ ശൈത്യയെ നിർത്തിയതും. അതുകൊണ്ട് തന്നെ ശൈത്യ ഔട്ടായിരിക്കുന്ന വിവരമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ശൈത്യ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങി കഴിഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അത് ഉറപ്പായിട്ടും കാണിക്കും. ശൈത്യ എവിക്റ്റായി. ബിഗ് ബോസിൽ 2 പേര് എവിക്ഷനായി, ഒരാൾ വോക്കൗട്ട് ചെയ്തു. പണ്ട് ജാസ്മിൻ മൂസ നമുക്ക് ഇതിൽ നിന്ന് വോക്കൗട്ട് ചെയ്തായിരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഇറക്കണമെന്ന് പറഞ്ഞ് സീസൺ 4ലും ജാസ്മിൻ മൂസ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് വോക്കൗട്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ രേണു സുധി മാനസികമായി പ്രശ്നമുള്ള വ്യക്തിയാണല്ലോ രേണു സുധി. മാനസികമായി ബുദ്ധിമുട്ടാണ്, എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അത് പക്ഷേ അതൊരു ഡ്രാമയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. കാരണം അവസാന നിമിഷവും രേണുവിന് ഒരിക്കലും ലാലേട്ടൻ വന്ന് പുറത്തേക്ക് കൊണ്ടുപോകും, പുറത്താക്കും എന്നോട് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോഴും രേണു സുധി എന്തോ പറയാൻ ഭാവിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ലാലേട്ടൻ സമ്മതിച്ചില്ല. അങ്ങനെ എന്തായാലും ശൈത്യ പുറത്താണ്.